ഹലോ കൂട്ടുകാരെ, എല്ലാവരും സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും പോകലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് ചിന്നുവിൻ്റെയും ഇസുവിൻ്റെയും കൂടെ സ്കൂൾ തുറന്ന അന്ന് ഫസ്റ്റ് ഡേക്ക് ഞങ്ങൾ പോകുന്നതാണ്. അന്ന് യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല, കളർ ഡ്രസ്സാണ്. 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുക പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 10 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയപ്പോൾ ചെറുതായിട്ടൊരു മഴ ഇങ്ങനെ ചാറലുണ്ടായിരുന്നു. പിന്നെ ഇസും ചിന്നും കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അവളെ വളമത്തെ മുത്ത് പോകുന്നു എന്ന് പറഞ്ഞാൽ കാണിച്ചു തരികയാണ് ഇസു. പിന്നെ അത്യാവശ്യം റോഡിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരം വൈകും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ കറക്റ്റ് ടൈമായിരുന്നു കേട്ടോ. പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ യൂണിഫോം ഇട്ടിട്ട് പോകണമെന്നായിരുന്നു ഇസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ആ യൂണിഫോം ഇടാൻ വേണ്ടിയിട്ട്. ഇസുവിൻ്റെ ചുണ്ടിൽ കുറച്ച് ലിപ്സ്റ്റിക്ക് കൂടിയിരിക്കണില്ലേ. ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ഞാനത് മായ്ച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ കാണാതെ ഇരുട്ടത്ത് പോയിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഇട്ടതാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് കേട്ടോ. പിന്നെ ആ ഷെയ്ഡ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. അങ്ങനെ ഞങ്ങളിപ്പോൾ സ്കൂളിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വണ്ടികളൊക്കെ രണ്ട് സൈഡിലൊക്കെ നിറയെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇവർ പഠിക്കുന്നത് MES പെരിന്തൽമണ്ണ സ്കൂളിലാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഇങ്ങനെ അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇവരുടെ ടീച്ചേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഹായ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക്. സീനിയർ ആണോ? വെൽക്കം ബാക്ക്. ഗുഡ് മോർണിംഗ്. ഹലോ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഉള്ളിലേക്ക് കയറിയപ്പോൾ ചിന്നുവിൻ്റെ മാമിനെ കണ്ടേക്ക് തന്നെ അവൾ ഓടി ചെന്നിട്ടോ. മാമും തന്നെ ഓടിപ്പോയി ഉമ്മക്ക് കൊടുത്തു. മോളെ അനിയത്തിനും ചേർത്തോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇസുക്ക് മാത്രമാണ് കിരീടം ബലൂണും കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിന്നുവിന് ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ചിന്നുവിൻ്റെ മാമ് ഓടിപ്പോയിട്ട് അവളെയും കൊണ്ട് പോയിട്ട് ഓൾക്കുള്ളതും കൂടെ വാങ്ങിക്കൊടുത്തു. അപ്പോൾ അവിടെ ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള ഇങ്ങനെ ഓരോ ഫ്രെയിമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികൾ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നപ്പോഴാണ് അനുവിന് ചെസ്സിന് പോയിട്ട് സെക്കൻഡ് റണ്ണറപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫോട്ടോ ആണ്. പിന്നെ ഞങ്ങൾ അവിടെ പേര് രജിസ്റ്ററൊക്കെ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ വെൽക്കം ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുട്ടികളെ. പിന്നെ ഇതിങ്ങനെ അവിടെ ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒത്തിരി പേര് അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എടുത്ത ഓരോ ഫോട്ടോ. പിന്നെ ഞങ്ങൾ അനുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അവർക്ക് ഇൻ്റർവെല്ലാകുമ്പോൾ അവളെ ബുക്സും അതുപോലെ കിറ്റും കൊടുക്കാമെന്ന് കരുതിയിട്ട് 11 മണിക്കാണ് ഇൻ്റർവെല്ല്. അപ്പോൾ അതുവരെ ഇനി മുകളിലേക്ക് പോകണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ പിന്നെ അനുവിനെ കണ്ട് ബുക്കും കിറ്റൊക്കെ കൊടുത്തു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കിയിരുന്നു. അപ്പോൾ ചായയും ബിസ്ക്കറ്റൊക്കെ കൊടുക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചായ ഞങ്ങൾ കുടിച്ചില്ല, ബിസ്ക്കറ്റ് വാങ്ങിപ്പോന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒന്ന് ഡോക്ടറെ കാണിക്കാണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് മരുന്നൊക്കെ കിട്ടി. പിന്നെ പുറത്തിറങ്ങിയ കുട്ടികൾക്ക് ജ്യൂസോ വെള്ളമോ എന്തെങ്കിലും വേണ്ടിയിരുന്നു, ദാഹമേക്കാരം കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ വഴിയിൽ നിർത്തിയിട്ട് ജ്യൂസ് എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ജ്യൂസ് വേണ്ട, ഐസ്ക്രീം മതിയായിരുന്നു. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് 3 ആൾക്കും ഐസ്ക്രീം എടുത്തു. പിന്നെ ഒരു ഉപ്പിട്ട് നാരങ്ങ സോഡയും കുടിച്ചിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീമും വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്